ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓൾജിബ്രായിക് നമ്പേഴ്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് റിസൾട്ടുകൾ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓൾജിബ്രായിക് നമ്പർ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ജീറ്റ ഈസ് കോൾഡ് ആൻ ഓൾജിബ്രായിക് നമ്പർ if it satisfies some polynomial equation f of x equal to 0 where f of x is a polynomial over q. fx എന്ന് പറയുന്നത് qx-ലെ ഒരു പോളിനോമിയൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? സീറ്റ എന്ന് പറയുന്ന ഓൾജിബ്രായിക് ആണെന്ന് പറയും. ഇപ്പൊ ഞാൻ 2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുക. 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? 2 എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് പറയാം? 2 എന്ന് പറയുന്നത് ഈസ് ആൻ ഓൾജിബ്രായിക് നമ്പർ ആണെന്ന് പറയാം. 2 എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് നമ്പർ ആണെന്ന് പറയാം. ഇനി ഞാൻ √2 എടുക്കുകയാണെന്ന് കരുതുക. √2 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് √2 ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? √2. അതുകൊണ്ട് √2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൾജിബ്രായിക് നമ്പർ ആണ്. √2 എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് നമ്പർ ആണ്. അതുപോലെ r എന്ന് പറയുന്നത് ഏതൊരു റാഷണൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും r എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ ആണ് എന്ന് പറഞ്ഞാൽ r ബിലോങ്സ് ടു q ആണ്. അങ്ങനെയാണ് എക്സ് മൈനസ് ആർ ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? r എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എവരി റാഷണൽ നമ്പർ ഈസ് ഓൾജിബ്രായിക് നമ്പർ. എല്ലാ റാഷണൽ നമ്പേഴ്സും ഓൾജിബ്രായിക് നമ്പേഴ്സ് ആയിരിക്കും. ഇനി അത് മാത്രമാണോ? ഇപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിന്റെ റൂട്ട് ആണ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ എന്ന്. ഈ പോളിനോമിയൽ എഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഇവിടെ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ആ പോളിനോമിയൽ എന്ന് പറയുന്നത് എവിടുത്തെ പോളിനോമിയലാ? ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയലാ. ക്യൂ എക്സിലെ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻസ് എവിടുത്തെ ആയിരിക്കണം? ക്യൂവിലെ എലമെന്റ്സ് ആയിരിക്കണം. സോ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ അല്ലെ പ്ലസ് ഓർ മൈനസ് ഐ. പ്ലസ് ഐയും മൈനസ് ഐയും എന്താണ്? ഓൾജിബ്രായിക് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം ഓൾജിബ്രായിക് നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. ഒരു സീറ്റ എന്ന് പറയുന്ന നമ്പർ ഓൾജിബ്രായിക് നമ്പർ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു ക്യൂ എക്സിൽ ഒരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റണം. ആ ക്യൂ എക്സിലെ പോളിനോമിയലിന്റെ റൂട്ട് ആയിരിക്കണം എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ എടുത്ത സീറ്റ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓൾജിബ്രായിക് നമ്പേഴ്സ്. അപ്പൊ ഓൾജിബ്രായിക് അല്ലാത്ത നമ്പേഴ്സ് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ നമ്പേഴ്സിനെ, ഓൾജിബ്രായിക് അല്ലാത്ത നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസുഡന്റൽ നമ്പർ. എക്സാമ്പിൾ ഇ എന്ന് പറയുന്ന ഓയിലർ നമ്പർ എന്ന് പറയുന്നത് ട്രാൻസുഡന്റൽ ആണ്. പൈ എന്ന് പറയുന്ന നമ്പർ ട്രാൻസുഡന്റൽ ആണ്. ഈ നമ്പേഴ്സ് ഒരു കാരണവശാലും ക്യൂവിലുള്ള ഒരു പോളിനോമിയലിന്റെ റൂട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മള് ഈ ട്രാൻസിഡന്റൽ നമ്പറിന് ഇതല്ലാതെ എക്സാമ്പിൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണും. നമ്മൾ ലിയോലീസ് ഒരു നമ്പർ, ഫസ്റ്റ് ട്രാൻസിഡന്റൽ നമ്പർ എന്നുള്ള ഒരു പ്രൂഫ് കൊണ്ടുവരുന്ന ലിയോലിയാണ്. ലിയോലിയുടെ പ്രൂഫ് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണുന്നതാണ്. അടുത്ത ഓൾജിബ്രായിക് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറമാണ് ആൻ ഓൾജിബ്രായിക് നമ്പർ സീറ്റ സാറ്റിസ്ഫൈസ് എ യുണീക് ഇറഡ്യൂസിബിൾ മോണിക് പോളിനോമിയൽ ഇക്വേഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓവർ ക്യൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ ഒരു പോളിനോമിയൽ, ഒരു ഓൾജിബ്രായിക് നമ്പർ ആണെങ്കിൽ നമുക്കൊരു പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. ആ പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ? മോണിക് ആയിരിക്കും, ഇറഡ്യൂസിബിൾ ആയിരിക്കും. മോണിക്കും ആയിരിക്കും, ഇറഡ്യൂസിബിളും ആയിരിക്കും. അങ്ങനെ ഒരു പോളിനോമിയൽ ജി എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ റൂട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സീറ്റ എന്ന് പറയുന്നത്. Furthermore, every polynomial equation over Q satisfied by theta is divisible by g of x. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് if f of x എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ് such that f of theta equal to 0 ആണെങ്കിൽ g of x should divide f of x എന്നും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അങ്ങനെ ഒരു പോളിനോമിയൽ ഉണ്ടെന്ന് പറയണം, അത് യുണീക്ക് ആണെന്ന് പറയണം, ഇറഡ്യൂസിബിൾ ആണെന്ന് പറയണം, മോണിക് ആണെന്ന് പറയണം. അപ്പൊ നമ്മൾ അതിന് ആദ്യം അതിന്റെ എക്സിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് g of x be the
least degree polynomial over Q satisfying സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജി ഓഫ് സീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ജിയുടെ പ്രത്യേകത എന്താ? ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതിനേക്കാൾ ചെറിയ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ എടുത്താൽ എന്ത് സംഭവിക്കത്തില്ല? ജി സീറ്റ അതിന്റെ റൂട്ട് ആയിട്ട് വരത്തില്ല. ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഓക്കെ, അപ്പൊ ജി ഓഫ് എക്സിന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് ഉണ്ടാവും. ലീഡിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റിനെ വിളിക്കുന്നവരാണ് ലീഡിംഗ് കോഎഫിഷ്യന്റ്. ലെറ്റ് സി ബി ദ leading coefficient of g of theta. അപ്പൊ സി എന്ന് പറയുന്ന എവിടുത്തെ എലമെന്റ് ആണ്? സി എന്ന് പറയുന്ന ക്യൂവിലെ എലമെന്റ് ആണ്. ക്യൂ എന്ന് പറയുന്ന എന്താണ്? ക്യൂ എന്ന് പറയുന്ന ഫീൽഡ് ആണ്. അപ്പൊ എന്തുണ്ടാവും? സി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ക്യൂവിനകത്തുണ്ടാകും. സി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ക്യൂവിനകത്തുണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സി ഇൻവേഴ്സ് ജി ഓഫ് സീറ്റ എന്ന് പറയുന്ന ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എടുത്താൽ സി ഇൻവേഴ്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എടുത്താൽ ആ പോളിനോമിയലിന്റെ പ്രത്യേകത എന്താ? ജി ഓഫ് എക്സ് പോളിനോമിയൽ ഓവർ എവിടെയായിരുന്നു? ക്യൂ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് എല്ലാം എന്താണ്? ക്യൂവിലെ കോഎഫിഷ്യന്റ് ആണ്. സി ഇൻവേഴ്സ് ക്യൂവിലെ എലമെന്റ് ആണ്. സി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ് ആണ്. എന്ന് പറഞ്ഞാൽ ജി ഇൻവേഴ്സ് സി ഇൻവേഴ്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എഗെയിൻ എവിടുത്തെ തന്നെ പോളിനോമിയൽ ആയിരിക്കും? ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽ ആയിരിക്കും. സി ഇൻവേഴ്സ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ പോളിനോമിയൽ ആയിരിക്കും? ക്യൂ ഓഫ് എക്സിലെ പോളിനോമിയൽ ആയിരിക്കും. ഈ പോളിനോമിയലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിനോമിയൽ ഒരു മോണിക് പോളിനോമിയൽ ആയിരിക്കും. മോണിക് പോളിനോമിയൽ ആയിരിക്കും. ഈ മോണിക് പോളിനോമിയലിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? ജി ഓഫ് എക്സ് എന്ന്. ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ഇൻവേഴ്സ് ജി ഓഫ് എക്സ്. ആ സ്മോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? സി ഇൻവേഴ്സ് ജി ഓഫ് എക്സ് ആയിട്ട് സ്മോൾ ജി ഓഫ് എക്സിനെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ജി ഓഫ് സീറ്റ? ജി ഓഫ് സീറ്റ ഈക്വൽ ടു സി ഇൻവേഴ്സ് ജി ഓഫ് സീറ്റ. നമ്മുടെ അസംഷൻ അനുസരിച്ച് ജി ഓഫ് സീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? 0 ആയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീറ്റ റൂട്ടായിട്ട് വരുന്ന എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു മോണിക് പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റി. ജി ഓഫ് എക്സ് ഈസ് എ മോണിക് പോളിനോമിയൽ in qx satisfying theta. തീറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മോണിക് പോളിനോമിയൽ നമുക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് വേണം? ഈ മോണിക് പോളിനോമിയൽ ഉണ്ട് എന്നുള്ളതായി. അതിന് ഇറഡ്യൂസിബിൾ ആണെന്ന് പറയണം. അത് ഇറഡ്യൂസിബിൾ ആണെന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ അതെന്താണെന്ന് പറയണം? യുണീക്ക് ആണെന്ന് പറയണം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടു പ്രൂവ് ദാറ്റ് g of x is irreducible. g of x irreducible ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ irreducible ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നു, സപ്പോസ് g of x is reducible. സപ്പോസ് g of x is reducible. അത് reducible ആണെന്ന് കരുതാം. അങ്ങനെയാണ് g of x നെ എനിക്ക് എങ്ങനെ എഴുതാം? സം h1 of x into h2 of x എന്ന് എഴുതാം. Where h1 of x, h2 of x belongs to q of x. q of x. q of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q ഓവർ q എന്ന് പറയുന്നത് തന്നെയാണ് q of x ലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം we have g of theta equal to 0. ഇത് മാത്രമല്ല, ഈ രണ്ടിന്റെ ഡിഗ്രിയെ പറ്റി എന്ത് പറയും? ഡിഗ്രി ഓഫ് h1 of x is less than ഡിഗ്രി ഓഫ് g of x ആയിരിക്കണം. അതുപോലെ ഡിഗ്രി ഓഫ് h2 of x is less than ഡിഗ്രി ഓഫ് g of x ആയിരിക്കും. അപ്പൊ ഈ രണ്ട് പോളിനോമിയലിന്റെയും h1ന്റെയും h2ന്റെയും ഡിഗ്രികൾ കമ്പയർ ചെയ്താൽ അതിന്റെ രണ്ടിന്റെയും ഡിഗ്രികൾ ലെസ് ദാൻ g of x ആയിരിക്കും. ഇനി g of theta എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h1 of theta into h2 of theta equal to എന്താവണം? 0 ആകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ h1 of theta 0 ആകണം, അല്ലെങ്കിൽ h2 of theta എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. ഇതിൽ രണ്ടിൽ ഏത് സംഭവിച്ചാലും അതിന്റെ ഡിഗ്രി g of x നേക്കാൾ കുറവാണ്. അപ്പോഴെന്താ സംഭവിക്കുക? നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്, നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ g of x ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ അതിനേക്കാൾ ചെറിയ ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ ഉണ്ടാകാൻ പറ്റില്ല.
സോ എന്ത് പറ്റത്തില്ല, എച്ച് ഓഫ് സീറ്റയും സോറി ഈ h1 ഓഫ് സീറ്റ 0, h2 ഓഫ് സീറ്റ 0. പക്ഷെ h1ന്റെയും h2ന്റെയും ഡിഗ്രി g ഓഫ് എക്സിനേക്കാൾ ചെറുതാണ്. സോ അത് പോസിബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, g ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഇറഡ്യൂസിബിൾ. ഈ g ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എന്തായിട്ട് മാറി, ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിട്ട് മാറി. g ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഇറഡ്യൂസിബിൾ ആയി. കാര്യം h1 ഓഫ് എക്സിന്റെയും h2 ഓഫ് എക്സിന്റെയും ഡിഗ്രി ലെസ് ദാൻ g ഓഫ് എക്സ് ആണ്. g ഓഫ് എക്സിന്റെ പ്രത്യേകത, g ഓഫ് എക്സ് ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. g ഓഫ് എക്സ് എന്ന് പറയുന്ന ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇനി ഞാൻ അടുത്തത് യുണീക്നെസ് പ്രൂവ് ചെയ്യുന്നതിന് മുന്നിട്ട് അടുത്തൊരു പാർട്ട് ഞാൻ ലെറ്റ് f of x be a polynomial in Qx such that f of theta equal to 0. അങ്ങനെ വരുന്ന ഒരു പോളിനോമിയൽ ആണ് f of x എന്ന് എടുത്തു കഴിഞ്ഞാൽ we have to prove that, നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, that g of x should divide f of x. g of x should divide f of x. അപ്പൊ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജി ഓഫ് എക്സ് മിനിമൽ ഡിഗ്രി പോളിനോമിയൽ ആണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്, ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിനെ എനിക്ക് ജി ഓഫ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന കോഷ്യന്റ് ആണ് ക്യൂ ഓഫ് എക്സ്, റിമൈൻഡർ ആണ് ആർ ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിവിഷൻ തിയറം വെച്ചിട്ട് എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ പറയാം, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എ പ്ലസ് ആർ ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എ പ്ലസ് ആർ ഓഫ് എക്സ്. അവിടെ സീറ്റ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, എഫ് ഓഫ് സീറ്റ ഈക്വൽ ടു ജി ഓഫ് സീറ്റ ഇൻറ്റു ക്യൂ ഓഫ് സീറ്റ പ്ലസ് ആർ ഓഫ് സീറ്റ. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം എഫ് ഓഫ് സീറ്റ എന്ന് പറയുന്നത് 0 ആണ്, ജി ഓഫ് സീറ്റ എന്ന് പറയുന്നത് 0 ആണ്. എന്ന് പറഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു ക്യൂ ഓഫ് സീറ്റ പ്ലസ് ആർ ഓഫ് സീറ്റ, which implies r of theta equal to 0. r of theta എന്തായേ പറ്റൂ, 0 ആയേ പറ്റൂ. പക്ഷേ ഡിഗ്രി r of എക്സിന്റെ എന്തിനേക്കാൾ കുറവാണ്, ജി യേക്കാൾ കുറവാ. സോ ഇത് എന്താവാൻ പറ്റത്തില്ല, ഒരു പോളിനോമിയൽ ആയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജി ഓഫ് എക്സിന്റെ ചോയ്സിന് കോൺട്രഡിക്ഷൻ ആവും. സോ ആർ ഓഫ് എക്സ് മസ്റ്റ് ബി ദ 0 പോളിനോമിയൽ. ഇതിൽ നിന്ന് കിട്ടുക ആർ ഓഫ് സീറ്റ ഈക്വൽ ടു 0, ആർ ഓഫ് സീറ്റ 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയി അതെന്തായേ പറ്റൂ, 0 പോളിനോമിയൽ ആയേ പറ്റൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്, വിച്ച് ഇംപ്ലൈസ് ജി ഓഫ് എക്സ് ഷുഡ് ഡിവൈഡ് എഫ് ഓഫ് എക്സ്. സോ അവിടെ നമുക്ക് ഈ സീറ്റ റൂട്ടായിട്ട് വരുന്ന ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ആ ലീസ്റ്റ് ഡിഗ്രി മോണിക് പോളിനോമിയൽ, ഇറഡ്യൂസിബിൾ മോണിക് പോളിനോമിയൽ ഷുഡ് ഡിവൈഡ് ദാറ്റ് പോളിനോമിയൽ. അപ്പൊ ഇനി നമുക്ക് അവിടെ ഒരു പാർട്ടും കൂടാണ് റിമെയിൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്ന യുണീക്നെസ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ടു പ്രൂവ് യുണീക്നെസ് പ്രൂവ് ചെയ്യണം. അപ്പൊ യുണീക്നെസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, G1 എന്ന് പറയുന്ന G1 ഓഫ് എക്സ് ബി a irreducible monic polynomial satisfying theta. എന്ന് പറഞ്ഞാൽ G1 ഓഫ് സീറ്റ എന്ന് പറയുന്നത് 0 ആണ്. നമുക്കറിയാം ഓൾറെഡി ജി ഓഫ് സീറ്റ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ മുന്നത്തെ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ജി ഓഫ് എക്സ് ഷുഡ് ഡിവൈഡ് G1 ഓഫ് എക്സ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, G1 of x is equal to G of x into Q of x for some polynomial Q of x in capital QX. ഇതിനകത്തുള്ള ഒരു QX നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മുടെ അസംഷൻ അനുസരിച്ച് എന്താണ്, G1 ഉം മോണിക് ആണ്, അതുപോലെ ജിയും എന്താണ്, മോണിക് ആണ്. അപ്പൊ ക്യൂ എന്ന് പറയുന്ന പോളിനോമിയല്
G1 എന്ന് പറയുന്ന മോണിക്കും ആണ് ഇറഡ്യൂസിബിളും ആണ്. ഓക്കെ, G1 എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, മോണിക്കും ആണ് ഇറഡ്യൂസിബിളും ആണ്. അപ്പൊ ഇറഡ്യൂസിബിൾ ആയതുകൊണ്ട് തന്നെ സിൻസ് G1 of x is irreducible ആയതുകൊണ്ട് Q of x എന്തായേ പറ്റൂ, must be a constant polynomial ആയേ പറ്റും. പക്ഷെ ഇവിടെ G1 of x ന് ഒരു പ്രശ്നമുണ്ട്. G1 of x കോൺസ്റ്റന്റ് പോളിനോമിയൽ 2 ആയെന്ന് കരുതുക. അപ്പൊ എന്താ സംഭവിക്കുക, G1 of x is equal to 2 into G of x. G of x ന്റെ ലീഡിംഗ് കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. അപ്പൊ ഈ കോൺസ്റ്റന്റ് 1 അല്ലാതൊരു കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ എന്ത് പറ്റും, G1 എന്ന് പറഞ്ഞ മോണിക് അല്ലാതായി മാറും. നമ്മൾ അസംഷൻ അനുസരിച്ച് G1 മോണിക് ആണ്. അപ്പൊ സിൻസ് G1 of x is monic, so Q of x is the polynomial, constant polynomial 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G1 of x is equal to G of x. G1 of x is equal to G of x. അപ്പോൾ എനിക്ക് ഒരു സീറ്റ എന്ന് പറയുന്ന ഒരു ഓൾജിബ്രായിക് നമ്പർ ഉണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന യുണീക്ക് ആയിട്ട് ഒരു മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. യുണീക്ക് ആയിട്ട് മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു പോളിനോമിയലിന്റെ എക്സിസ്റ്റൻസ് കിട്ടി. അപ്പൊ അങ്ങനെ ആ ഡിഫൈൻ ചെയ്യുന്ന പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ ഫോർ സീറ്റ, മിനിമൽ പോളിനോമിയൽ ഓഫ് സീറ്റ. അങ്ങനെ കിട്ടുന്ന ആ പോളിനോമിയലിനെ വിളിക്കുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ ഓഫ് സീറ്റ എന്ന് പറയുന്നത്. ആ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് ദ ഓൾജിബ്രായിക് നമ്പർ. ആ ഓൾജിബ്രായിക് നമ്പറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്, ആ പോളിനോമിയലിന്റെ ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് മിനിമൽ പോളിനോമിയലിന്റെ, ആ മിനിമൽ കിട്ടുന്ന പോളിനോമിയലിന്റെ ഡിഗ്രിയാണ് ഓൾജിബ്രായിക് നമ്പറിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എടുത്തു. i എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം x² + 1 = 0 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ട് ആണ് i എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഡിഗ്രി കുറവുള്ള ഒരു പോളിനോമിയൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മിനിമൽ പോളിനോമിയൽ ഫോർ i is x² + 1. മിനിമൽ പോളിനോമിയൽ ഫോർ i is x² + 1. x² + 1 ആണ് മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ ഡിഗ്രി ഓഫ് i എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. സോ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണ്. അടുത്ത an algebraic number theta is an algebraic integer. ഒരു algebraic നമ്പറിനെ algebraic ഇന്റിജറിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു algebraic ഇന്റിജർ ആകണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, where the coefficients are integers. b1 bn's are integers. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് algebraic integers എന്ന് വിളിക്കുന്നത്. algebraic integers. algebraic നമ്പർ എന്ന് പറഞ്ഞാൽ qx ലെ പോളിനോമിയലിന്റെ റൂട്ട് ആയിരിക്കണം. algebraic integers എന്ന് പറയുന്നത് എന്തായിരിക്കണം, zx ലെ പോളിനോമിയലിന്റെ റൂട്ട് ആയിരിക്കണം. zx ലെ പോളിനോമിയൽ അല്ല, മോണിക് പോളിനോമിയൽ ആവണം. zx ലെ ഒരു മോണിക് പോളിനോമിയലിന്റെ റൂട്ട് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് algebraic integer. നമ്മൾ അടുത്ത റിസൾട്ട് പറയുന്നത് the minimal equation of an algebraic integer is monic with ഇന്റഗ്രൽ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് ഇന്റിജർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്തുണ്ടാവണം, ഒരു പോളിനോമിയൽ f of x ഉണ്ടാവണം, x⁻n plus b1 into x⁻n minus 1 plus etc plus bn. ഈ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ zx ലെ പോളിനോമിയൽ ആയിരിക്കണം. ഇങ്ങനെ ഒരു മോണിക് പോളിനോമിയൽ ഉണ്ടായാലേ നമ്മൾ എന്താ പറ്റൂ, ഈ സീറ്റ എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് ആയിരിക്കണം ഈ സീറ്റ. ഇങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീറ്റ ഓൾജിബ്രായിക് ഇന്റിജർ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മോണിക് പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്താൽ സീറ്റ ഓൾജിബ്രായിക് ഇന്റിജർ ആണ്. അപ്പൊ ഈ സീറ്റയുടെ മിനിമൽ പോളിനോമിയലിനെ പറ്റി, സീറ്റ ഒരു ഓൾജിബ്രായിക് ഇന്റിജർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇന്റിജർ കോഎഫിഷ്യന്റ് വരുന്ന ഒരെണ്ണം ഉണ്ടാകണം. സീറ്റ ഒരു ഓൾജിബ്രായിക് നമ്പർ ആണ്. സോ അവിടുത്തെ മിനിമൽ പോളിനോമിയലിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അവിടുത്തെ ആ ഓൾജിബ്രായിക് ഇന്റിജർ എന്ന് പറയുമ്പോൾ ഓവർ ക്യൂ ആണ്. അവിടുത്തെ മിനിമൽ പോളിനോമിയലിനെ പറ്റി ചിന്തിക്കാം. ആ മിനിമൽ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എടുക്കുന്നത് ലെറ്റ് g of x be the minimal polynomial
ഫോർ സീറ്റ ഓവർ ക്യൂ. കാര്യം എന്താ, ഓൾജിബ്രായിക് ഇന്റീജർ ആണെങ്കിൽ അത് ഓൾവേസ് ഓൾജിബ്രായിക് നമ്പർ ആയിരിക്കും. അപ്പോൾ ജി ഓഫ് എക്സ് ആണ് മിനിമൽ പോളിനോമിയൽ. അപ്പോൾ എന്താ സംഭവിക്കുക, ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്. കാര്യം മിനിമൽ ആണ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ കയ്യിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് സീറ്റ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ജി ഓഫ് എക്സ് ഷുഡ് ഡിവൈഡ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് മോണിക് ആണ്, ജി ഓഫ് എക്സ് മോണിക് ആണ്. ഇത് രണ്ടും മോണിക് ആണ്. സോ ക്യൂ ഓഫ് എക്സ് ഷുഡ് ബി എ മോണിക് പോളിനോമിയൽ. എഫ് ഓഫ് എക്സ് മോണിക് ആണ്, ജി ഓഫ് എക്സ് മോണിക് ആണ്, ക്യൂ ഓഫ് എക്സ് അപ്പൊ എന്തായിട്ട് വരണം, മോണിക് പോളിനോമിയൽ ആയിട്ട് വരണം. ഈ എഫിന്റെ പ്രത്യേകത എന്താ, എഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫിന്റെ കോഎഫിഷ്യൻസ് എല്ലാം തന്നെ ഇന്റിജേഴ്സ് ആണ്. സോ നമ്മുടെ ഗോസ് ലെമ്മ എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ഗോസ് ലെമ്മ പറയുന്ന ഇവിടെയാണ്, ഇഫ് എ മോണിക് പോളിനോമിയൽ എഫ് ഓഫ് എക്സ് വിത്ത് ഇന്റിജർ കോഎഫിഷ്യൻസ് factors into two monic polynomial with rational coefficients. അപ്പൊ ഇവിടെ എന്താ, ഇത് മോണിക് ആണ്, ഇത് മോണിക് ആണ്. സോ ഇത് മോണിക് ആണ്. ഈ രണ്ട് പോളിനോമിയൽ മോണിക് പോളിനോമിയൽസ് ആണ്. എഫിന്റെ പ്രത്യേകത എന്താ, ഇന്റീജർ കോഎഫിഷ്യന്റ് ആണ്. ഇത് രണ്ടും ക്യൂവിലെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. ജി ഓഫ് എക്സിന്റെയും ക്യൂ ഓഫ് എക്സിന്റെയും കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, റാഷണൽ കോഎഫിഷ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തിയറത്തിന്റെ കണ്ടീഷൻ ഇങ്ങനെ എല്ലാം വന്നു. അങ്ങനെയാണ് ജിയും എച്ചും, ഇവിടെ ജിക്ക് പകരം ജി, എച്ചിന് പകരം ഇവിടെ കിടക്കുന്ന ക്യൂ ആണ്. അപ്പൊ അത് രണ്ടും എന്താണ്, ഇന്റീജർ കോഎഫിഷ്യന്റ് ആണ്. ദെൻ ബൈ നമ്മുടെ ഗോസ് ലെമ്മ ബോത്ത് ജി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ഹാവ് ഇന്റീജർ കോഎഫിഷ്യൻസ് or integral coefficients. അപ്പോൾ നമ്മുടെ തിയറം പറയുന്നത് എന്താണെന്ന്, ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ക്ലിയർ ആവണം. അതായത് അവിടെ സീറ്റ ഓൾജിബ്രായിക് ഇന്റിജർ ആണ്. ഓൾജിബ്രായിക് ഇന്റിജർ ആയതുകൊണ്ട് ഇതുപോലൊരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോളിനോമിയൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഈ സീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൾജിബ്രായിക് നമ്പർ ആണ്. ആ ഓൾജിബ്രായിക് നമ്പറിന് മിനിമൽ പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ മിനിമൽ പോളിനോമിയലിന്റെ കേസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ മിനിമൽ പോളിനോമിയലിന്റെ കേസ്, ആ സീറ്റ ഈസ് ആൻ ഓൾജിബ്രായിക് നമ്പർ, സോ ദാറ്റ് ഹാസ് എ മിനിമൽ പോളിനോമിയൽ. ആ മിനിമൽ പോളിനോമിയലിന്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഓൾജിബ്രായിക് നമ്പേഴ്സ്, ഓൾജിബ്രായിക് ഇന്റിജേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് റിസൾട്ടുകൾ കൂടിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.